രണ്ടാഴ്ചയോളമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് പാലക്കാട് കണ്ണാടിയിൽ പ്രചാരണ പരിപാടിക്ക് പങ്കെടുക്കുന്നു. 27-ാം തീയതി മുഖ്യമന്ത്രിക്ക് പെൺകുട്ടി പരാതി കൊടുക്കുന്നു. അന്ന് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്നെ കണ്ടിട്ടില്ല. ഈ ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പോലീസ് നോട്ടീസ് നൽകുന്ന നിമിഷം രാഹുൽ ഹാജരാകുമെന്നാണ്. ഇനി അതിനുള്ള സാധ്യത മുന്നിൽ കാണാമോ? ഇന്നലെ ഒരുപക്ഷെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ രാഹുൽ എത്തിയേക്കുമെന്ന്, പക്ഷെ അതുണ്ടായില്ല. അനന്തൻ കേൾക്കാമോ? ആര്യ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉപാധികളോടെയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ എപ്പോഴായാലും ഹാജരാകണം എന്നതടക്കമുള്ള സാധാരണഗതിയിൽ അനുവദിക്കുന്ന ഉപാധികൾ അല്ലെങ്കിൽ വെക്കാറുള്ള ഉപാധികളെല്ലാം വെച്ചിട്ടുണ്ട്. അതിന് ഒപ്പം തന്നെ ഇനി അറിയാനുള്ളത് ആൾജാം ഏതെങ്കിലും തരത്തിൽ ബോണ്ടുകൾ കൂടി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരവ് വരുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. ഈ ഹർജിക്കാരൻ്റെ അഭിഭാഷകർക്കും അത് സംബന്ധിച്ച് കൃത്യമായ വിശദാംശങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അവരും കോടതിയിൽ വെയിറ്റ് ചെയ്യുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ ഉപാധികൾ എന്നത് സംബന്ധിച്ച്. അപ്പോൾ ഏതായാലും പ്രോസിക്യൂഷന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ബലാത്സംഗ കേസ് നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു പരാതി KPCC പ്രസിഡന്റിന്റെ ഇമെയിലിലേക്ക് വരുന്നത്. അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഈ DGPക്ക്. അത് അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചത്. അപ്പോൾ 2 SIT ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകളും അന്വേഷിക്കാനുള്ളത്. അവർ FIR ഇമെയിലിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴും ഈ പരാതിക്കാരി രംഗത്ത് വരുമോ, പരാതി ലഭിക്കുമോ എന്നൊക്കെയുള്ള മൊഴി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോഴും അത് ആദ്യഘട്ടത്തിൽ കോടതി പരിഗണിക്കുമ്പോഴും പരാതിക്കാരുടെ മൊഴി ലഭിച്ചിരുന്നില്ല. മാത്രമല്ല പോലീസ് റിപ്പോർട്ടും അതിൽ സമർപ്പിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അത് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചത്. അതിൽ വിശദമായ വാദം കേൾക്കാൻ അന്ന് മാറ്റിവെക്കുമ്പോൾ അന്ന് രാവിലെയാണ് മൊഴിയും പോലീസ് റിപ്പോർട്ടും ഹാജരാക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ്? അടച്ചിട്ട മുറിയിലായിരുന്നു വാദം. പ്രോസിക്യൂഷൻ പ്രത്യേകം പറഞ്ഞിരുന്നു അടച്ചിട്ട മുറിയിൽ വേണം വാദം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഏതെങ്കിലും പുതിയ തെളിവുകളോ അല്ലെങ്കിൽ ആദ്യത്തെ കേസിൽ ഉണ്ടായതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെളിവുകളൊന്നും ഹാജരാക്കിയിരുന്നതുമില്ല. പ്രോസിക്യൂഷന്റെ കൈവശമുള്ള തെളിവുകളും മൊഴിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് വിശദമായ വാദം കോടതി കേട്ടത്. അപ്പോൾ സ്വാഭാവികമായും ആ കേസിൽ അപക്വമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് FIRും പോലീസ് റിപ്പോർട്ടും ഒക്കെ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും അതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്ക് ഒരു നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കാനുള്ളൊരു അവകാശം ആ സമയത്ത് കൃത്യമായും ഉണ്ട് താനും. അതായിരിക്കണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തുണയായി ഭവിച്ചത്. അനന്തൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇത്രയും കാലം ഇന്നലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാലക്കാടേക്ക് രാഹുൽ വോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മാറ്റിയെന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ നാളെ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വന്ന് വോട്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ തടസ്സമൊന്നുമില്ലായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള 2 കോടതികളുടെ നിർദ്ദേശമുണ്ട്. ഒന്ന് ഹൈക്കോടതിയുടെയും ഒന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെയും നിബന്ധന ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോട്ട് ഇപ്പോൾ പാലക്കാടാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരുപക്ഷെ പോളിംഗ് ബൂത്തിൽ നാടകീയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അയാൾക്ക് വോട്ട് ചെയ്യുന്നതിന് നിലവിൽ തടസ്സമില്ല. അതുമല്ല വന്നു കഴിഞ്ഞാൽ അറസ്റ്റും ഉണ്ടാകില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ 14 ദിവസമായി ഒളിവിലാണ്. പാലക്കാട് MLA 14 ദിവസമായി ഒളിവിലാണ്. അയാൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ആർക്കുമില്ല. പോലീസ് പറഞ്ഞത് അവസാനം കണ്ടെത്തിയത് ലൊക്കേഷൻ എന്ന് പറയുന്നത് കർണാടകയിലാണ്. അവിടെ രാഷ്ട്രീയ വിവരങ്ങൾ വരുന്നുണ്ട്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുള്ളത്. അപ്പോൾ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ എത്തിയേക്കും. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുള്ളത്. അപ്പോൾ 2 കേസുകളിൽ ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഡിസംബർ 15-നാണ് മുൻകൂർ ജാമ്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. പക്ഷേ ഡിസംബർ 15 വരെ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്തു വരാം. നാളെ വോട്ടും ചെയ്യാം. അനന്തൻ, തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയിപ്പോൾ പോളിംഗ് ബൂത്തിലാണോ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്? കാരണം പാലക്കാട് കണ്ണാടിയിൽ നിന്നാണ് അപ്രത്യക്ഷനായത്. പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയപ്പോൾ മുങ്ങിയതാണ്. അപ്പോൾ അതിൽ ഇനി എവിടെയാണ് പൊങ്ങുക, എവിടെയാണ് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് അറിയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഈ നമുക്ക് മാതൃഭൂമി ന്യൂസാണ് വാർത്ത കൊടുത്തത്. ബാംഗ്ലൂർ എന്ന് പറയുന്ന തമിഴ്നാട് കർണാടക അതിർത്തിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒളിയിടം, അയാൾ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരുന്ന ഒരു ഒളിയിടം പോലീസ് കണ്ടെത്തിയത്. പക്ഷേ പോലീസ് അവിടെ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പിന്നീട് അയാൾ കർണാടകയിൽ ബംഗളൂരുവിലും കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലും ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു പോലീസിന്റെ വിവരം. പക്ഷേ കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അവിടെ രാഷ്ട്രീയ പിന്തുണയോടുകൂടി ഒളിവിൽ കഴിയുന്നു എന്നാണ് പോലീസിന്റെ അനുമാനം. അതുകൊണ്ട് തന്നെയാണ് ഒരു കൺസീൽഡ് ഹൈഡിങ്ങിലേക്ക് പോകാൻ കാരണമെന്നൊക്കെയാണ് പോലീസ് വിശദീകരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ
അതൊരു നാടകമാക്കിക്കൊണ്ട് ഇനി കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തോ പാലക്കാടോ ഒക്കെ വിളിച്ചിരിക്കുന്നുവെന്നും അറിയില്ല. പെട്ടെന്ന് നാടകീയമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നാടകീയമായിരുന്നു. അതുകൊണ്ട് നാടകീയമായൊരു റീ എൻട്രി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശ്വാസം ഈ സെഷൻസ് കോടതിയിൽ തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചത്. ഇവിടെ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ഈ കേസിനും ഫയൽ ചെയ്യാനായിരുന്നു അവരുടെ നീക്കം, അവരുടെ അഭിഭാഷകരുടെ നീക്കം. പക്ഷെ അത് വേണ്ടി വന്നില്ല. ഇപ്പോൾ നിലവിൽ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ല ആര്യ. അതിപ്പോഴും ഹൈക്കോടതിയുടെ പെൻഡിങ്ങിലാണ്. ഹൈക്കോടതി 15-ാം തീയതി മാത്രമേ വാദം കേൾക്കുകയുള്ളൂ. പക്ഷേ അതിൽ വാദം കേട്ട് ഉത്തരവൊക്കെ വരുമ്പോൾ പിന്നെയും കുറച്ച് ദിവസം എടുക്കും. അതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളൊരു ഓർഡർ ഹൈക്കോടതി ഇറക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് ഈ കേസിൽ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അറസ്റ്റ് പേടിക്കേണ്ടതില്ല. മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പം ഇനിയിപ്പോ നാളെ പുറത്തു വന്നാൽ രാഹുലിന്റെ ട്രാക്ക് ചെയ്യാൻ പോലീസിനെ സംബന്ധിച്ച് എളുപ്പമാണ്. അതുകൊണ്ട് പുറത്തു വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? അപ്പം ഡിസംബർ 15 കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നാൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്നായിരിക്കുമോ തീരുമാനം, ആനന്ദൻ? ഇതിനകത്തൊരു കണ്ടീഷൻ, ഈ ബെയിലിൽ ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നത് തിങ്കളാഴ്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായി ഒപ്പിടണം എന്നുള്ളതാണ്. അത് എവിടെയാണ് ഒപ്പിടേണ്ടതെന്നുള്ളതും ഉത്തരവ് വരുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ. ഒന്ന് കോടതിയിലാണോ അതോ ഇനി ബന്ധപ്പെട്ട തിങ്കളാഴ്ച എന്ന് പറയുന്ന 15-ാം തീയതിയാണ് ആനന്ദൻ. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ആദ്യത്തെ പരാതിയിൽ തീരുമാനമെടുക്കുന്ന ദിവസമാണ് അടുത്ത തിങ്കളാഴ്ച. തിങ്കളാഴ്ച ഒരു തിങ്കളാഴ്ചയല്ല, വരുന്ന തിങ്കളാഴ്ചകളിലെല്ലാം എന്നാണ് പറയുന്നത്. മൺഡേയ്സ് എന്നാണ് പറയുന്നത്. എല്ലാ തിങ്കളാഴ്ചകളിലും ഒപ്പിടണം എന്നുള്ളതാണ്. കാരണം ഈ അന്വേഷണ പരിധിയിൽ നിൽക്കുമ്പോൾ ബെയിൽ അടുത്ത നടപടി വരുന്നത് വരെ തിങ്കളാഴ്ചകളിൽ മനസ്സിലാക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാകാനാണ് സാധ്യത. ഏതായാലും അത് സംബന്ധിച്ചിപ്പോൾ അല്പസമയത്തിനകം ഒരു ക്ലാരിറ്റി വരും. ഉത്തരവ് ഉടൻ ഇറങ്ങും. ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അഭിഭാഷകരെല്ലാം. ഏതായാലും ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറസ്റ്റ് ഭീഷണി ഇല്ല. കാരണം 2 കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നത്. ആ 2 കേസിലും ഇപ്പോൾ അയാൾക്ക് നിയമത്തിന്റെ ആനുകൂല്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ പുറത്തു വരുന്നതിന് തടസ്സമൊന്നുമില്ല. അതെപ്പോൾ, എങ്ങനെ, എവിടെ എന്നൊക്കെ ഉള്ളതാണ് ഇനി ചോദ്യം. കാരണം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. പാലക്കാടോ അടൂരോ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും. കഴിഞ്ഞ തവണ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന ദിവസം ഒരുപാട് അഭ്യൂഹങ്ങൾ, പ്രത്യേകിച്ച് ഹോസ്ദുർഗിലൊക്കെ നാടകീയമായ നീക്കങ്ങളാണ് നടന്നത്. പോലീസ് തന്നെ അന്തം വിട്ടുപോയി, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് വാർത്തകൾ പുറത്തിറക്കുന്നു. ചില മാധ്യമങ്ങളിൽ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ വാർത്ത വന്നിരുന്നു. ചില മാധ്യമങ്ങളിൽ അറസ്റ്റ് ചെയ്തത് ആ പോലീസ് ജീപ്പിനകത്ത് നടുക്കിരുത്തി കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരം അഭ്യൂഹങ്ങൾ വ്യാപകമായി ഇന്നും പ്രചരിക്കാനുള്ള സാധ്യത. അനന്തരിലേക്ക് മടങ്ങി വരാൻ നമുക്ക്